അല്ല, ഒന്നും ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡെഡിക്കേഷനായിരുന്നു. അതിനെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഐ മീൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടി, അപ്പോൾ പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇവരുടെ ട്രാൻസ്ലേഷൻ, അതോടൊപ്പം തന്നെ അവരുടെ കൂടെ എ ടു സെഡ് മലയാളം പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ, അത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയില്ല, ഒരു 3-4 ദിവസം കൊണ്ട് മലയാള ഡയലോഗുകൾ മുഴുവൻ അവർ കാണാതെ പഠിച്ചു. അവർ രണ്ടുപേരും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇവർ ഈ മലയാളം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മോഡുലേഷനും ഒക്കെ ആയിരുന്നു. വണ്ടി കയറിയാൽ, നടന്നു പോകുമ്പോൾ, ലൊക്കേഷനിൽ വന്നാൽ, അല്ലെങ്കിൽ റൂമിലിരിക്കുമ്പോൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കുറേ ദിവസം കഴിയുമ്പോൾ, ഒരു 4 ദിവസം കഴിയുമ്പോഴത്തെ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് മലയാളത്തിൽ നമ്മൾ എഴുതി കൊടുത്തുള്ള ഫുൾ ഡയലോഗ് കറക്റ്റ് പ്രൊനൗൺസിയേഷനോട് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് പ്രിയയുടെ ഒക്കെ വളരെ സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു. കാരണം ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഇത് ചെയ്ത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ഒന്നും വന്നു. പിന്നെ അവരുടെ ഒരു ആക്ടിങ് സ്റ്റൈലും നമ്മുടെ ഒരു ആക്ടിങ് സ്റ്റൈലും വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആളുകൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്ടിങ് സ്റ്റൈലിലേക്ക് അവർ കൊണ്ടുവരാന്ന് പറയുമ്പോൾ അത് ഞാനും ആ ഒരു രീതിയിൽ അവരെ ഇത് ചെയ്യുന്നു. പക്ഷേ അവർ വളരെയധികം ഇപ്പോൾ ഇമോഷണൽ സീനുകളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ അവർ വളരെ ആ ഒരു മൂഡിൽ തന്നെയാണ്. ഇപ്പോൾ ഇമോഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ മുടി ഒന്ന് കോംബ് ചെയ്യാൻ പോലും അവർ സമ്മതിക്കില്ല. കാരണം അതിൻ്റെ ഒരു ഇതിന് ടച്ച് വിട്ട് പോകുന്നതാണ് അവർ വിചാരിക്കും. ആദ്യം മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണാടി നോക്കുക, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു മൂഡിലാണ് അവർ. ഹാപ്പി ആണെങ്കിൽ വളരെ ഹാപ്പി. അപ്പോൾ പിന്നെ അതുപോലെ ഈ ആക്ടിങ് സൈഡിലൊക്കെ നമ്മൾ ഓപ്പോസിറ്റൊക്കെ സജഷൻ നിൽക്കുമ്പോഴല്ല, അവരുടെ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റിൻ്റെ ക്ലോസ് എടുക്കുമ്പോൾ പോലും ഇവർ ക്യാമറയുടെ പുറകെ വന്നിട്ട് ഇവരുടെ ഡയലോഗ് ഡെലിവറി ചെയ്യും. അങ്ങനെയൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. അത് തന്നെയായിരുന്നു ആ സിനിമയുടെ അവരുടെ ക്യാരക്ടറിനെ ഇത്ര മനോഹരമാക്കാനുള്ള ഒരു പ്രധാന കാരണം. അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു ഡെഡിക്കേഷനും. അവർ ഈ സബ്ജക്റ്റ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് മലയാളം പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിയയും ഇവരും വളരെ അവർ സിങ്കായി ഏറ്റവും കൂടുതൽ. അതാണ് ഏറ്റവും. ഒരിക്കലും ഈ ഫൈറ്റോ ഒരു തരത്തിൽ മത്സരമോ ഞങ്ങൾ തമ്മിലില്ല. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞാനൊക്കെ ഈ പെരുന്നാൾ സമയം 2-3 സിനിമ കാണാനുള്ള ഒരു ഏത് വീട്ടിൽ നിന്നും, ഇപ്പോൾ ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ 1-2 സിനിമ ഏറ്റവും കൂടുതൽ കാണാൻ അനുവദിക്കുന്ന സമയം എന്ന് പറയുന്നത് പെരുന്നാളാണ്. അപ്പോൾ ഈ 1-2 സിനിമയ്ക്ക് വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലും മത്സരമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് 2 പടത്തിനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം മംഗ്ലീഷിനോടൊപ്പം തന്നെ വിക്രമാദിത്യനും ഹിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റായി കഴിഞ്ഞു. 2 പടവും ഹിറ്റായി കഴിഞ്ഞു. വളരെ എല്ലായിടത്തും സ്റ്റഡി കളക്ഷൻ, ഓൾ കേരള, ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, എല്ലായിടത്തും 2 പടവും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നെ അതിൽ വേറെ രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ലാലൂട്ടൻ മറ്റേ പടം റിലീസ് സമയത്ത് ഇവിടെ ഉണ്ടാവുമോ? അപ്പോൾ എന്നോട് ഇല്ല, ഞാൻ ഉണ്ടാവില്ല, ഞാൻ യാത്രയില്ല. പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തായാലും പ്രൊമോഷനായിട്ട് ചാനലുകളിൽ കയറേണ്ടി വരും, നിൻ്റെ മംഗ്ലീഷ് ഉണ്ടാവും. ആ സമയത്ത് നീ എൻ്റെ പടത്തെ പറ്റിയും പറഞ്ഞേക്കും. കാരണം പ്രൊമോട്ട് ചെയ്യാൻ നിന്നേക്കാളും പറ്റിയ ഒരാളില്ല. കാരണം വേറെ മറ്റേ അസിസ്റ്റൻസിനോ മറ്റൊന്നും കയറി ചാനലിൽ നിന്ന് പറയാൻ പറ്റില്ല. ഡയറക്ടർ സൈഡിൽ നിന്ന് നമുക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ അത്രയും വിശ്വാസത്തിലാണ്. ഞങ്ങളൊരു ഒരേ കുടുംബമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അച്ഛനും മോനും ഒരിക്കലും മത്സരിക്കില്ല. അച്ഛനും മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. കാരണം 2 പടവും ഇറങ്ങി, 2 പടവും വളരെ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നു. പിന്നെ അതിലൊരു രസകരമായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ, ആ സിനിമയുടെ മംഗ്ലീഷിൻ്റെ പ്രൊമോഷൻ സോങ് പാടിയിട്ടുള്ളത് ദുൽഖർ സൽമാനാണ്. അപ്പോൾ മത്സരമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പാടുകയോ അല്ലെങ്കിൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പാട്ടാണ്. ആ പാട്ട് ദുൽഖറാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ഒരു മത്സരമല്ല, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് മറ്റേ ഈ ഉത്സവകാലം ആഘോഷിക്കുകയാണ് ചെയ്തത്. അടുത്ത് ഞങ്ങൾ 2-3 സിനിമകളിലേക്ക് ഇങ്ങനെ ധാരണകൾ എത്തിയിട്ടുണ്ട്. ഏതാണ് ആദ്യം ചെയ്യാമെന്നും തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളെല്ലാം വന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ രൂപങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിസ്റ്റിനെ ഒന്നും ഞങ്ങളിപ്പോൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും അനൗൺസ് ചെയ്യാവുന്ന രീതിയിലോ അവരുടെ ഡിസ്കഷനൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അനിത നായരുടെ, ഇംഗ്ലീഷ് റൈറ്റർ അനിത നായരുടെ ഒരു ചെറുകഥയെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2-3 സിറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞാണ്. ഞങ്ങൾ 2 പേരും അത് ചെയ്യാനുള്ള തീരുമാനത്തിലുണ്ട്. ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഒന്ന് വരുന്നത് മാമൻ കെ രാജൻ, റെഡ് വൈൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള മാമൻ കെ രാജന് എഴുതിയിട്ട് അത് സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങളൊരു അറ്റംപ്റ്റ്, അതും ആർട്ടിസ്റ്റ് ആരാന്നുള്ളൊരു തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആവുള്ളൂ. പിന്നീട് ജിനു എബ്രഹാം എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം അബാം മൂവീസിന് വേണ്ടിയിട്ട് ഒരു സിനിമ ഞങ്ങൾ 2 പേരും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആർട്ടിസ്റ്റ് ആരാന്നുള്ളത് ആയി വരുന്നില്ല. അപ്പോൾ ഇത്തരം ചില പ്രൊജക്റ്റുകൾ നമ്മളുടെ ധാരണകളുണ്ട്.
അത് ഏതൊക്കെയാണ് ആയി വരിക എന്നുള്ളത്, ഏതാണ് ആദ്യം എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ അതിൽ വരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ സമയം, അത് സ്ക്രിപ്റ്റ് ആയി വരുന്ന രൂപം, അതൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നീട് അതോടൊപ്പം തന്നെ ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലാണ് വന്ന് ഈ അടുത്തൊരു സിനിമ എനിക്ക് സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതണം എന്നൊരാളുടെ അത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ സിനിമയുണ്ട്. അങ്ങനെ പല സിനിമകളും നമ്മുടെ മനസ്സിൽ ഉണ്ട്. ഏതാണ് ആദ്യം വരിക എന്നറിയില്ല. എന്തായാലും ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സിനിമ തന്നെയായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇല്ല, ഈ സിനിമ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ, ഷൂട്ടല്ല, ഇപ്പോൾ അതിൻ്റെ റിലീസിന് മുമ്പ് വളരെ ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് വിറ്റു. അത് നല്ല റേറ്റിന് തന്നെ, ഇപ്പോൾ നിലവിലുള്ള സിനിമകളുടെ റേറ്റിന്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു പുറത്ത് വലിയ സംസാരം ഉണ്ടായിരുന്നു. ഈ സിനിമ ഒരു എന്തോ ഡിഫറൻ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ വന്നിട്ടുള്ള പലരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു ആ സിനിമ. ആ പ്രഡിക്ഷൻ വളരെ കറക്റ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വളരെ അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ 4.5 കോടി രൂപയ്ക്ക് ഈ സിനിമയുടെ സാറ്റലൈറ്റ് റേറ്റ് നമ്മൾ വിറ്റു. അത് ഷൂട്ട് സമയത്ത് തന്നെ, ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അത് എഗ്രി ചെയ്തു. പിന്നീട് ഇന്ത്യൻ വീഡിയോ എല്ലാ റേറ്റുകളും വളരെ നല്ല റേറ്റിനാണ് ഈ സിനിമ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പ്രൊഡ്യൂസർ വളരെ ആ രീതി. പിന്നെ ഇപ്പോൾ കളക്ഷൻ വൈസ് ഇപ്പോൾ പ്രൊഡ്യൂസറുടെ സൈഡിലേക്ക് ലാഭമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ എപ്പോഴും ബ്രേക്ക് ഈവൺ ആവോ എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ലാഭങ്ങൾ ഓരോ ദിവസവും പ്രൊഡ്യൂസർ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇത്ര ലാഭം വന്നു. അത് മറച്ചു വെക്കാൻ മടിയില്ലാത്തൊരു പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് വിട്ടു. സാധാരണ ഡയറക്ടർമാരുടെ അടുത്ത് പ്രൊഡ്യൂസർമാർ പറയുന്നത് അയ്യോ ഇച്ചിരി കുറച്ചും കൂടെ വന്നാലേ ഒന്ന് ശരിയാവുള്ളൂ എന്ന് പറയും. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസർ വളരെ ഫ്രാങ്കായിട്ട് ഓപ്പണായിട്ട് പറയുന്ന ആളായതുകൊണ്ട് കൃത്യമായിട്ട് ഇത്ര കിട്ടി അല്ലെങ്കിൽ ഇത്ര വന്നിട്ടുണ്ട്, നമ്മൾ വളരെ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ഡെയിലി വിളിച്ച് പറയുന്നു.